ഇപ്പോൾ നമ്മുടെ നിസിൻ വേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിലോട് വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇന്ന് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നല്ല അടിപൊളി ദോശ ഉണ്ടാക്കുന്നത് ഊത്തപ്പം സ്റ്റൈൽ ദോശ. അതായത് നമ്മളെ കണ്ണൂർ സ്റ്റൈൽ പച്ചരി മാവ് ആക്കിയിട്ടുള്ള പച്ചരി അരച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിലേക്ക് നമുക്കിനി 4 മുട്ട, പിന്നെ ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, ടൊമാറ്റോ, ചില്ലി ഇതെല്ലാം കൂടി പൊടിയായി അരിഞ്ഞത് ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കാം. കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്യുന്ന സാധനം മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പെപ്രിക്ക എടുത്തിട്ട് കുറച്ച് പെപ്രിക്ക നമ്മുടെ മസാല ബോക്സാണ്. ഒരുപാട് മസാല ബോക്സല്ലേ. വെച്ചിട്ടുണ്ട്. നമുക്ക് ദോശ ഉണ്ടാക്കാം. തുടങ്ങാം. ചൂടാക്കി നമ്മൾ അടിപൊളി ദോശ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും വെയിറ്റ് ഇപ്പം കാണും. സാധാരണ ദോശ കഴിച്ചിട്ട് മടുത്തവർക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ദോശയാണിത്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ. സാധാരണ ദോശ കഴിച്ച് മടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ പച്ചരിയും ബാക്കിയുള്ള ചോറുണ്ടായിരുന്നു, അതൊക്കെ ചേർത്തിട്ട് അരച്ചിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ മാവാണ്. ഓക്കെ, നമ്മുടെ ഫ്രൈ പാനിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അത് ഇതിലേക്ക് നമുക്ക് ദോശൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മുട്ടൻ്റെ മിക്സ് ഇതിന് നമുക്ക് അരച്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് മറിച്ചിട്ട് വെക്കണം. നമ്മുടെ ദോശ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു മുള്ളു ഇട്ട് കൊടുക്കാം. ഇനി ഒരു മുള്ളു നമ്മുടെ പെപ്രിക്ക, അതായത് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കണം. എന്തായി നോക്കട്ടെ. സൂപ്പർ. ഇനി ഇതിന് ഒരു മിനിറ്റ് കൂടി ഇങ്ങനെ അടച്ചു വെക്കണം. ഓക്കെ, നോക്കാം. ഇതിന് റെഡിയായി നോക്കാം. ഇതിനെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി ദോശ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്.